ഈ യൂറിക് ആസിഡ് കൂടിയിരിക്കുകയാണെങ്കിൽ ഈ നോൺ വെജ് നിർത്തുന്ന മുമ്പേ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഞാൻ ഡോക്ടർ ജമീൽ സെയ്ദ്, ഡോക്ടർ സെയ്ദ് ഹോമിയോപ്പതി. ഭൂരിഭാഗം ഈ യൂറിക് ആസിഡ് കൂടിയ കേസസിൽ കണ്ടിട്ടുള്ളത് അവർ ഈ നോൺ വെജ് ഒഴിവാക്കുന്നതാണ്. പക്ഷേ നമ്മൾ ചിലപ്പോൾ വേറെ കുറേ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ യൂറിക് ആസിഡ് കൂടിയിരിക്കുന്നത്. കാരണം ഒരു ബോഡിക്ക് വേണ്ട പ്രോട്ടീൻ കണ്ടൻറ്റ് പോലും മിക്ക ആൾക്കാരും എടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈ കാർബ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റ് കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുണ്ട്. ഈ ബ്രെഡ്, ബണ്ണുകൾ അല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഷുഗേഴ്സ്, നമ്മുടെ ഡോണട്ട്, അതുപോലെ മധുരങ്ങളുള്ള എന്ത് കഴിച്ചാലും അത് യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ ഇൻടേക്ക് വളരെ കുറവാണെങ്കിലും ഇതേപോലെ യൂറിക് ആസിഡ് കൂടുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആൽക്കഹോൾ കൺസംഷൻ കൂടുതലാണെങ്കിലും ഈ യൂറിക് ആസിഡ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ ഷുഗർ ഒന്ന് കുറച്ച് നല്ലോണം വെള്ളം കുടിച്ച് അതേപോലെ ആൽക്കഹോൾ കൺസംഷനൊക്കെ ഒഴിവാക്കി നിങ്ങൾ ആദ്യം നോക്കുക. എന്നിട്ടും ഷുഗർ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് കുറച്ച് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ഹെൽപ്ഫുൾ ടിപ്സ് ആവശ്യമുണ്ടെങ്കിൽ ഡു ഫോളോ അസ്. താങ്ക് യു.